ചൈനയുടെ അടുത്ത ലക്ഷ്യം ഫിലിപ്പീൻസ് ആണോ? തായ്വാനെ ചുറ്റിപ്പറ്റിയുള്ള ചൈനയുടെ നീക്കങ്ങൾ ലോകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ മറ്റൊരു രാജ്യത്തിന്റെ പേരും വാർത്തകളിൽ നിറയുന്നു: ഫിലിപ്പീൻസ്. ദക്ഷിണ ചൈന കടലിൽ ചൈന നടത്തുന്ന പുതിയ നീക്കങ്ങൾ ഫിലിപ്പീൻസിനെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. കാണുമ്പോൾ ഇതൊരു സാധാരണ കടൽ തർക്കം പോലെ തോന്നാം. പക്ഷേ മനില ഭയപ്പെടുന്നത് മറ്റൊന്നാണ്. ചൈന മുമ്പും ഇതേ രീതിയിൽ ചെറിയ നീക്കങ്ങളിൽ നിന്ന് വലിയ സൈനിക താവളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചൈന ഇപ്പോൾ അതേ നീക്കങ്ങൾ ആവർത്തിക്കുകയാണോ? വൈ സൗത്ത് ചൈന സീ മാറ്റേഴ്സ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽപാതകളിലൊന്നാണ് ദക്ഷിണ ചൈന കടൽ. പ്രതിവർഷം ട്രില്യൺ കണക്കിന് ഡോളറിന്റെ വ്യാപാരമാണ് ഇതിലൂടെ കടന്നുപോകുന്നത്. മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എണ്ണയും ഏഷ്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള ചരക്കുകളും ഈ വഴിയാണ് സഞ്ചരിക്കുന്നത്. ഈ കടലിന്റെ ഭൂരിഭാഗവും തങ്ങളുടേതാണെന്നാണ് ചൈനയുടെ അവകാശവാദം. ഫിലിപ്പീൻസ്, വിയറ്റ്നാം, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ അത് അംഗീകരിക്കുന്നില്ല. 2016 അന്താരാഷ്ട്ര കോടതി പോലും ചൈനയുടെ അവകാശവാദത്തിന് നിയമപരമായ അടിസ്ഥാനമില്ലെന്ന് വിധിച്ചിരുന്നു. എന്നാൽ ചൈന ആ വിധി തള്ളിക്കളഞ്ഞു. അതിനുശേഷം ഈ പ്രദേശത്തെ സംഘർഷം പതുക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാപ്റ്റർ 2: സ്കാർബറോ ഷോൾ. ഫിലിപ്പീൻസിലെ ലൂസോൺ ഐലൻഡിൽ നിന്ന് വെറും 200 കിലോമീറ്റർ മാത്രം അകലെ ഒരു ചെറിയ റീഫുണ്ട്: സ്കാർബറോ ഷോൾ. ഇത് ഫിലിപ്പീൻസിന്റെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിലാണ്. ഇന്റർനാഷണൽ ലോ പ്രകാരം ഇത് ഫിലിപ്പീൻസിൻ്റെയാണ്. പക്ഷേ വർഷങ്ങളായി അവിടെ ചൈനയുടെ സാന്നിധ്യമുണ്ട്. അടുത്തിടെ ഫിലിപ്പീൻസ് നാവികസേന ഒരു പുതിയ കാര്യം കണ്ടെത്തി. ഷോളിന്റെ ഉൾവശത്ത് ചൈന ഒരു ചെറിയ പൊങ്ങിക്കിടക്കുന്ന പ്ലാറ്റ്ഫോം സ്ഥാപിച്ചിരുന്നു. ഫിലിപ്പീൻസ് പ്രതിഷേധിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ പ്ലാറ്റ്ഫോം അപ്രത്യക്ഷമായി. പ്രശ്നം തീർന്നതുപോലെ തോന്നാം, പക്ഷേ യാഥാർത്ഥ്യം മറിച്ചായിരുന്നു. പ്ലാറ്റ്ഫോം പോയ ഉടൻ ടോം ജി എന്ന ചൈനീസ് ഗവേഷണ കപ്പൽ പ്രദേശത്തെത്തി. കോസ്റ്റ് ഗാർഡ് കപ്പലുകളും തിരിച്ചെത്തി. മറ്റ് ചൈനീസ് ബോട്ടുകളും ഇപ്പോഴും അവിടെയുണ്ട്. ഫിലിപ്പീൻസ് പ്രതിരോധ മന്ത്രി ഗിൽബർട്ട് ടെയോഡോറോ പറയുന്നത് ചൈന മുമ്പും ഇതേ രീതിയാണ് പിന്തുടർന്നതെന്നാണ്. 1994 ചൈന മത്സ്യത്തൊഴിലാളി ഷെൽട്ടർ എന്ന് പറഞ്ഞ് ചില ചെറിയ സ്ട്രക്ചേഴ്സ് ദക്ഷിണ ചൈന കടലിൽ സ്ഥാപിച്ചു. ഇന്നത് റൺവേയും റഡാറും മിസൈൽ സിസ്റ്റമുമുള്ള മിസ്റ്റി ഫ്രീഫ് എന്ന മിലിറ്ററി ഐലാൻഡാണ്. ചാപ്റ്റർ 3: ചൈനാസ് പ്ലേ ബുക്ക്. ചൈന സാധാരണയായി നേരിട്ട് യുദ്ധം പ്രഖ്യാപിക്കാറില്ല. പതുക്കെ സ്ഥിതി മാറ്റുകയാണ് ചെയ്യുന്നത്. ആദ്യം കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ, പിന്നീട് മത്സ്യത്തൊഴിലാളികൾക്ക് നിയന്ത്രണം, അതിനുശേഷം ചെറിയ നിർമ്മാണങ്ങൾ, പിന്നീട് ഗവേഷണ ദൗത്യങ്ങൾ. ഇങ്ങനെ വർഷങ്ങളെടുത്ത് ഒരു പ്രദേശം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുന്നു. ദക്ഷിണ ചൈന കടലിലെ പല കൃത്രിമ ദ്വീപുകളും ഇങ്ങനെയാണ് രൂപപ്പെട്ടത്. ഇതാണ് ഫിലിപ്പീൻസ് ഇപ്പോൾ ഭയപ്പെടുന്നത്. ചാപ്റ്റർ 4: വേർ ഡസ് അമേരിക്ക സ്റ്റാൻഡ്. ഫിലിപ്പീൻസും അമേരിക്കയും തമ്മിൽ ഒരു പ്രതിരോധ കരാറുണ്ട്. ഫിലിപ്പീൻസ് ആക്രമിക്കപ്പെട്ടാൽ അമേരിക്ക സഹായിക്കേണ്ട ബാധ്യതയുണ്ട്. എന്നാൽ ട്രംപ് ഭരണകൂടത്തിന്റെ കീഴിൽ അമേരിക്ക ഫിലിപ്പീൻസിനെ പിന്താങ്ങുമോ? തായ്വാന്റെ കാര്യത്തിലെന്ന പോലെ ഫിലിപ്പീൻസിന്റെ കാര്യത്തിലും ട്രംപിന്റെ നിലപാടിൽ അവ്യക്തതകളുണ്ട്. അതുകൊണ്ടാണ് ഫിലിപ്പീൻസ് ജപ്പാനുമായും വിയറ്റ്നാമുമായും തായ്വാനുമായും സുരക്ഷാ സഖ്യങ്ങൾ ഉണ്ടാക്കുന്നത്. ചാപ്റ്റർ 5: വൈ ഷുഡ് വി കെയർ. ഇത് ദൂരെയുള്ള ഒരു കടൽ തർക്കം മാത്രമല്ല. ദക്ഷിണ ചൈന കടൽ ലോക വ്യാപാരത്തിന്റെ പ്രധാന കേന്ദ്രമാണ്. ഇവിടെ വലിയ സംഘർഷമുണ്ടായാൽ എണ്ണവില മുതൽ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ വില വരെ ബാധിക്കാം. ഇന്ത്യയെയും കേരളത്തെയും അത് പരോക്ഷമായി ബാധിക്കും. അതുകൊണ്ട് ഈ പ്രദേശത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മളിൽ നിന്ന് വളരെ അകലെയല്ല. ചൈനയുടെ നീക്കങ്ങളുടെ ഫലം അടുത്ത 10 വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൗമരാഷ്ട്രീയ കഥകളിലൊന്നാകാം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റിൽ പറയൂ. കൂടുതൽ ആഗോള വാർത്തകൾക്ക് ലോകവീക്ഷണം സബ്സ്ക്രൈബ് ചെയ്യൂ.